ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം കുടുംബ ദേവതാ പ്രീതിക്ക് എന്താണ് ചെയ്യേണ്ടത്. കുടുംബ ദേവതാ പ്രീതിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഇവര് പതിവായി കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. കുടുംബക്ഷേത്രത്തിൽ പതിവായി, അതായത് ചിലവര് കുടുംബക്ഷേത്രം വളരെ അകലെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഒന്ന് പോണത്. അപ്പൊ അകലെയുള്ളവര് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ പതിവായിട്ട്, അടുത്താണെങ്കിൽ പതിവായിട്ട് കുടുംബക്ഷേത്ര ദർശനം ഇവര് നടത്തണം. അത് ദേവതയ്ക്ക് പ്രീതികരമാണ്. അതുകൂടാതെ കുടുംബക്ഷേത്ര ചടങ്ങുകളിൽ കുടുംബസമേതം പങ്കെടുക്കുകയും വേണം. കുടുംബക്ഷേത്രത്തിൽ കുടുംബസമേതം തന്നെ പങ്കെടുത്ത് അവിടുത്തെ കാര്യങ്ങളിൽ ഒരു ഭാഗവാക്കാകണം. അത് വളരെ നല്ലതാണ്. കുടുംബപ്രീതിക്ക്, കുടുംബക്ഷേത്ര ദേവതയ്ക്ക് പ്രീതികരമാണ്. കൂടാതെ അവനവനാൽ കഴിയുന്ന യഥാസ്ഥിതി വഴിപാടുകളും ഈ പരദേവതാ സ്ഥാനത്ത് അല്ലെങ്കിൽ കുടുംബക്ഷേത്ര സ്ഥാനത്ത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവനാൽ കഴിയുന്നത് കൊടുക്കുക. കൂടാതെ ഉത്സവ കാര്യങ്ങളിൽ അവിടെ എല്ലാവരും സഹകരിക്കേണ്ടതും വളരെ നല്ലതാണ്. ക്ഷേത്ര ഉത്സവത്തിനും അതേപോലെ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾക്കും, പല ചടങ്ങുകളും ഒരു വർഷത്തിൽ ക്ഷേത്രത്തിൽ നടക്കുമല്ലോ. അപ്പൊ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾക്കും ഉത്സവം പോലെയുള്ള കാര്യങ്ങളിലും കുടുംബസമേതം ചെന്ന് അതിനെ സഹകരിക്കേണ്ടത് ഒരു നല്ല കാര്യമാണ്. അപ്പൊ കുടുംബ പരദേവത പ്രീതി കിട്ടാൻ ഇതും ചെയ്യാവുന്നതാണ്. ഒരു വീട്ടമ്മ ഒരു ദിവസം കുടുംബക്ഷേത്രത്തിലേക്ക് കൊടുക്കുവാൻ ഒരു നാണയം മാറ്റിവെക്കുന്നത് നല്ലതാണ്. ഒരു വീട്ടമ്മ ഒരു നാണയം എടുത്തിട്ട്, ഓരോ ദിവസവും ഒരു നാണയം എടുത്തിട്ട് തന്റെ കുടുംബക്ഷേത്ര ദേവതയ്ക്ക് വേണ്ടി ആ നാണയം മാറ്റിവെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ അടുപ്പത്ത് അരി ഇടുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി എടുത്ത് ഇത് കുടുംബക്ഷേത്രത്തിലെ ദേവതയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അത് മാറ്റിവെക്കുന്നത് നല്ലതാണ്. അത് കൂടുമ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനത്തിനായിട്ട് ആ അരി കൊടുക്കാം. കുടുംബക്ഷേത്രത്തിലെ ദേവതയ്ക്ക് അന്നദാനം നടത്തുമ്പോൾ ആ വീട്ടമ്മ ഓരോ ദിവസവും പിടിച്ചു വെക്കുന്ന ആ ഒരു പിടി അരി ഒന്നിച്ചു കൂടുമ്പോൾ കൊണ്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുടുംബക്ഷേത്രത്തിലെ ദേവിക്ക് ആ കുടുംബാംഗങ്ങളോട് ഒരു പ്രീതിയും അതേപോലെ തന്നെ അവരുടെ ഒരു അനുഗ്രഹ ആയുസ്സുകളും കിട്ടാൻ വളരെയധികം നല്ലതാണ്. അപ്പൊ കുടുംബപര ദേവതാ പ്രീതിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.